ഹലോ, ഇന്ന് നമുക്കേ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയാലോ. എന്തുകൊണ്ടാണെന്നറിയോ ഉണ്ടാക്കുന്ന സാധനം എന്താണെന്നറിയോ? നമ്മുടെ സേമിയ, വറുത്ത സേമിയ. വറക്കാത്ത വെള്ളം ഉപയോഗിക്കും, പക്ഷെ വറക്കാത്ത നമുക്ക് വറുത്തെടുക്കണം. അപ്പം ഞാൻ വറുത്ത സേമിയ ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്തോന്നറിയോ സാധനം? ആരും കേട്ടുണ്ടോന്ന് അറിയത്തില്ല. സേമിയ കൊണ്ടൊരു അപ്പം, അതാണ് ഉണ്ടാക്കുന്നത്. സേമിയ ഉണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം. നമുക്ക് അത് ഉണ്ടാക്കുന്ന മുറയ്ക്ക് ഓരോ സാധനങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയ്ക്ക് ഒരുപാട് നീളം കൂടാൻ പോകുമായിരിക്കും. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടേച്ച് വരാം. അപ്പോൾ വീഡിയോ മിസ്സാക്കാതെ കാണുക, എങ്കിൽ മാത്രമേ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. എൻ്റെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സേമിയയുടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിന് ഒരു പ്രശ്നം എന്നറിയാം. എല്ലാവരും പേർക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഒട്ടിപ്പിടിക്കത്തില്ല എന്നൊക്കെ വെറുതെയാ. ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അതിനകത്ത് കരിഞ്ഞ് പിടിക്കും. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ. പിന്നെ കഴുകി എടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് ചുപ്പം സോപ്പും കൊണ്ട് തിളപ്പിച്ചാൽ കുറേ കഴിഞ്ഞ് ഇളകി പോരും അതിൽ നിന്ന്. അപ്പം നമുക്കിനി അതിനകത്തേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ്, അതും ഒന്ന് ചൂടാവട്ടത്. ഒത്തിരി അങ്ങ് ചുവന്ന് പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചൂടാക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയാണ് നമുക്ക് അതിനകത്തേക്ക് എന്നിട്ട് കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരി. ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് കറുപ്പാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് എടുക്കുന്നത്. മറ്റേ ചോപ്പ് ബ്രൗൺ വേണമെങ്കിൽ എടുക്കാം. ഇതിനെ രണ്ടിനെ ഒന്ന് മൂത്ത് വരണം. ഒത്തിരി കരിഞ്ഞു പോകരുത്. മുന്തിരിയൊക്കെ ഒത്തിരി നേരം ഇട്ടുന്ന കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അതെല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇനി മാറ്റാം. ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇടേണ്ടത് നല്ല പഴുത്ത ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഇതെല്ലാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടേ ചെയ്യാവുള്ളൂ. ഇതിനെ ആ നെയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. അത് എന്തുമായി ഉണ്ടാക്കുന്നത്? ഇത് സേമിയ അപ്പം. നീ കഴിച്ചിട്ടുണ്ടോ? സേമിയ കൊണ്ട് അപ്പം ഉണ്ടാക്കും. ഉണ്ടാക്കി തരാം. സേമിയ കൊണ്ട് അപ്പം ഉണ്ടാക്കി തരാം. ഒത്തിരി താമസം വരും. ഗേറ്റിങ്ങനെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. തണുത്തൊക്കെ വരണോടാ, എങ്കിലേ ശരിയാകത്തുള്ളൂ. ഉണ്ടാക്കി തരാം. അതുകൊണ്ട് നമ്മുടെ പഴമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇനി മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്നത് വേണ്ട ഈ പാത്രത്തിലോട്ട് തന്നെ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മെഷറിംഗ് കപ്പിനകത്താണ് ഒഴിക്കുന്നത്. ഞാൻ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഈ വെള്ളത്തിലൊക്കെ ഞാൻ ഒരു നുള്ള് ഉപ്പിട്ടുണ്ട്, ഒരു പിഞ്ച് ഉപ്പ് മതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെള്ളമൊക്കെ നല്ലത് തിളച്ച്. ഇനി ഞാൻ ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി. ഇതിൻ്റെ നമ്മുടെ സേമിയ, വറുത്ത സേമിയ, അത് 1.5 കപ്പ്, മെഷറിംഗ് കപ്പിൽ തന്നെ 1.5 കപ്പ് സേമിയ ചേർത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക്. നമ്മുടെ സേമിയ ഒന്ന് 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് റവ, അത് നോക്കി കുറേശ്ശെ ചേർക്കണം. ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് സേമിയ വെന്തോരം വെള്ളം കുറവെന്ന്, നല്ലപോലെ മൂത്ത സേമിയാണെങ്കിൽ വെള്ളം നല്ലപോലെ വേണം വേവിക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് റവയും കൂടെ ആയിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ കിടന്ന് നല്ലപോലെ ഒന്നുകൂടെ വെന്ത് വരണം. ഇതിപ്പോൾ
സേമിയയും റവയും എല്ലാം കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ശർക്കര ചേർക്കണം. നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര. ഞാൻ എൻ്റെ ഇവിടെ ഡബിൾ ഹോഴ്സിൻ്റെ ഓർഗാനിക് ശർക്കരയാണ് ചേർക്കുന്നത്. നമുക്ക് ശർക്കര ഇങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് അത് ഒന്ന് ഉരുക്കി അരിച്ച് ചേർക്കാൻ. ശർക്കര ഉണ്ടയാണെങ്കിൽ അഴുക്കുണ്ടെങ്കിൽ പോയി കിട്ടും. നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർക്കണം. അപ്പോൾ ശർക്കരയും കൂടെ വരുമ്പോൾ വെള്ളം കൂടുതലായി പോകരുത്. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർക്കണം. എന്നിട്ട് അതിനെ ശരിക്കും നല്ലപോലെ ഇളക്കി ആ ശർക്കരയും ഇതും എല്ലാം കൂടെ യോജിച്ച് വരണം. അന്നേരം നമുക്ക് വെള്ളം കുറവെന്ന് തോന്നി, ഈ സമയത്തൊക്കെ വെള്ളം കുറവെന്ന് തോന്നിയാൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ശർക്കര ഇടുമ്പോൾ ശരിക്കും അതൊന്ന് ശർക്കര അലിഞ്ഞ് വരുമ്പോൾ ഒന്നുകൂടെ വെള്ളമാകും. ഇപ്പം ശർക്കരയൊക്കെ ചേർത്ത് ശർക്കരയുടെ വെള്ളം ഒന്നായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കുറുകി തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, ബാക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അതുപോലെ ആ ഏത്തപ്പഴം വെച്ചിരുന്നത് അതും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇച്ചിരി വെളുത്ത എള്ള കുറച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇതിനെല്ലാം കൂടെ ഒന്നുകൂടെ നല്ലപോലെ വരട്ടി ആ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന പരുവത്തിലാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ഒരു ഇച്ചിരി ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിത് പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചിരുന്ന ഏലക്കാപ്പൊടിയാണ്. നമുക്കൊരു മണത്തിന് മാത്രം അതുകൂടെ ചേർത്ത് ഒന്നിച്ച് മിക്സ് ചെയ്ത് ആ പാത്രത്തിന് ഇളകുന്ന പരുവത്തിലാക്കി കഴിയുമ്പം തീ അണച്ചു കൊടുക്കണം. ഇപ്പം അതേണ്ട ഇത് ആ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന പരുവത്തിലുണ്ടാവും. നല്ല ഉരുണ്ട് ആ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന പരുവത്തിലാക്കി ഇനി നമുക്ക് തീ അങ്ങ് അണച്ചു കൊടുക്കാം. നമ്മൾ എന്നിട്ട് നെയ്യ് തടകിയ ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചതിൻ്റെ കുറച്ച് സ്ഥലം ഇച്ചിരി വെളുത്ത എള്ളില്ലെങ്കിൽ കറുത്ത എള്ള വെള്ളം ചേർക്കണം. എന്നാലും ഇതായിരിക്കും ടേസ്റ്റും കാണാനും ഭംഗി. എല്ലാം ചേർത്ത് വെച്ച് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് നല്ലപോലെ പരത്തി വെച്ചിട്ട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പം നമുക്കിതിനെ മുറിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ സേമിയ അപ്പം രണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തിൽ സേമിയ ഞാൻ ഒരു 3/4 ഭാഗം വരെ വേവിച്ചൊന്ന് കടിച്ച് തിന്നാൻ പരുവത്തിനാക്കിയിട്ടേ ഉള്ളൂ. നമുക്കിത് വേണമെങ്കിൽ നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പം വായിൽ തെളിഞ്ഞ് പോകുമെന്ന് പറയുന്നത് അന്നേരമാണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വായിൽ തെളിഞ്ഞ് പോകുന്ന രീതിയിലല്ല, കടിച്ച് തിന്നാൻ പരുവത്തിലാണ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് തിന്നുമ്പോൾ ഒന്ന് കടിച്ചൊക്കെ തിന്നുമ്പോൾ രസമാണല്ലോ, അതിനായിട്ട്. അപ്പം നമുക്കിനി ഇതിനെ ഞാൻ എൻ്റെ സൈഡൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് വെച്ചിട്ട് കൊടുക്കാം. കേൾക്കണ്ട, ഇത് ഇത്ര ഉണ്ടാക്കി കഴിയുമ്പോൾ കൈയടിക്കാമെന്നത് നന്നായല്ലോ. അപ്പം നമുക്കിനി ഒന്ന് മുറിച്ചെടുക്കാം. മുറിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമല്ലോ. അപ്പം ഞാൻ ഇന്നൊരു പുതിയ പലഹാരം ഉണ്ടാക്കി, സേമിയ അപ്പം. എന്തെടുക്കാൻ പോവാ നീ? സന്തോഷ ജന്മദിനം. ആ, അതിന് കൊള്ളാം. കേക്കിന് പകരമായിട്ട് എടുക്കാൻ കൊള്ളാം അല്ലേ? അതെടുത്ത് കഴിച്ചു നോക്കട്ടെ, അഭിപ്രായം എന്ന് പറഞ്ഞേ. ഇളയ പുത്രന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് സേമിയ കേക്ക്. പുത്രനില്ലെങ്കിലും ബർത്ത്ഡേ ഉണ്ടല്ലേ?
എനിക്ക് ആളിനെ ഒന്നും കാണിക്കാൻ വീഡിയോ ഒന്നും തിരിക്കാൻ വയ്യ. ഇങ്ങനെയുണ്ട്, ടേസ്റ്റ് എന്തെങ്കിലും സേമിയ കടിക്കാൻ കിട്ടും. ഇതും എല്ലാം കടിക്കാൻ കിട്ടുന്നുണ്ട്. ചെടിയുടെ വേഗം ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. വേണമെന്നല്ല, ഞാനിത് അങ്ങനെ വേവിക്കാതിരുന്നു പറഞ്ഞാൽ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമല്ലോ. ഇനി എടുക്കാം, നമുക്ക് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെറുതെ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ് ഞാൻ. അപ്പോൾ വെള്ളത്തിനൊക്കെ ഞാൻ അളവ് ഇട്ടങ്ങ് ചെയ്തതാണ്. ശരിക്കുള്ള അളവൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാനൊരു എൻ്റെ ഒരു കൈവാങ്ങലിട്ട് ചെയ്ത് നോക്കി. ശരിക്കും എന്താ വായിൽ തെളിഞ്ഞു പോകുന്ന വരുമെന്ന് പറയും. നമുക്ക് ഇനി എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാം. ഇതിലെ കിളിക്കൂടെന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടാക്കില്ല, അത് അതിൻ്റെ കൂട്ടിരിക്കുക കണ്ടാൽ. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പനെ വിളിക്കൂ, അവനോട് ചോദിക്കാം. നമ്മുടെ ടെസ്റ്റർ ട്യൂഷനാണ്. അപ്പനെ വിളിക്കണേ. അങ്ങനെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ സേമിയ കടിക്കാൻ കിട്ടുന്നുണ്ട്. ആ കടിച്ച് എന്നാൽ തമ്മിലൊക്കെ നല്ലതാ. നല്ലപോലെ വെന്താൽ നല്ല വായിൽ തെളിഞ്ഞ പരുവൊന്നുമില്ല, ആ പരുവത്തിൽ കിട്ടും. ഇതിന് ടേസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെന്താന്ന് പറഞ്ഞേ. വലിയ ഭക്ഷണം എടുത്തോടാ. ഇനി മധുരം വേണം. ഞാൻ മധുരം കുറച്ചിട്ടതാ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? അല്ല, സേമിയ ഇച്ചിരി വേണം അല്ലേ? ഇത് ഞാൻ ഇച്ചിരി സേമിയയുടെ വേവ് കുറച്ചെടുത്തതാ. എല്ലാവരും അഭിപ്രായം കേട്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടെ സേമിയ അത് വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. ഏതാണ് നല്ലത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ ഇനി ഒരിക്കൽ ഉണ്ടാക്കുമ്പോൾ സേമിയ നല്ലപോലെ വേവിച്ചൊക്കെ ഉണ്ടാക്കാം. ഇപ്പം എനിക്ക് ഇച്ചിരി കടിക്കാൻ കിട്ടുന്നുണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കി നോക്കിയ ശേഷം എങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലതെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് ഇടുക. അപ്പോൾ ഇനി പുതിയൊരു ഇതുപോലെ രുചികരമായെന്നുള്ളതും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.